വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം രണ്ടാം സർഗം ദേവപൂജോപാഖ്യാനം. ഓഡിയോ ബുക്ക് തുടരുന്നു. പേജ് 314. പരമശിവൻ തുടർന്നു. നാമരൂപാദി ഉപാധികൾ കൊണ്ട് പരിമിതമാകുന്ന കാഴ്ചകളിൽ ഈശ്വരത്വം എങ്ങനെ സാധ്യമാകും? അതുകൊണ്ട് അകൃത്രിമവും അപരിമിതവുമായ ബോധം തന്നെയാണ് സാക്ഷാത് മംഗളസ്വരൂപമായ ഈശ്വരതത്വം. ദേവനാരെന്ന് ആദ്യം ശാസ്ത്രീയമായി അറിയുക, എന്നിട്ട് ആ ദേവനെ പൂജിക്കുക. ശാസ്ത്രീയമായ ശിവതത്വത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് വേണ്ടി ആദ്യപടി എന്നോണമാണ് വിഗ്രഹാരാധനയും മറ്റും അനുവദിച്ചിരിക്കുന്നത്. 1 യോജന ദൂരം ഓടാൻ കഴിവില്ലാത്തവൻ ആദ്യം അല്പദൂരം ഓടി പരിശീലിച്ചു തുടങ്ങട്ടെ. 277 പദ്യം. ചിദ്വ്യോമൈവ കിലാസ്തീഹ പാരാവാരവിവർജിതം സർവത്രാ സംഭവച്ഛേത്യം കൽപ്പാന്തേഷു ച ശിഷ്യത്തെ. ആദ്യരഹിതമായ ഒരു ചിദാകാശം മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. സൃഷ്ടിയുടെ കളങ്കമൊന്നും അതിനെ ഒരിക്കലും ബാധിച്ചിട്ടില്ല. കൽപ്പാന്തങ്ങൾ കടന്നു പോയാലും അത് അതുപോലെ തന്നെ അവശേഷിക്കും. ആ സത്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവാണ് അതിനെ അർച്ചിക്കാനുള്ള ഏറ്റവും നല്ല പുഷ്പം. മനസ്സിൻ്റെ സമത്വം, അടക്കം ഇവയും ആ ദേവനെ അർച്ചിക്കാനുള്ള ദിവ്യപുഷ്പങ്ങളാണ്. മംഗളസ്വരൂപിയും ബോധമാത്രനും പരമപരിശുദ്ധനുമായ ആ ദേവനെ സത്യദർശികൾ ജ്ഞാനപുഷ്പം കൊണ്ട് സദാ അർച്ചിക്കുന്നു. മനസ്സിൻ്റെ അടക്കമെന്ന ശമം, വസ്തുബോധം എന്ന ജ്ഞാനം തുടങ്ങിയ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കുന്നതാണ് യഥാർത്ഥ ദേവാർച്ചനം. അല്ലാതെ ഏതെങ്കിലും രൂപത്തെ അർച്ചിക്കുന്നതല്ല ദേവാർച്ചനം. ജ്ഞാനാദി പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിക്കുന്ന ഭക്തന് സ്വാഭാവികവും അനന്തവും അദ്വിതീയവും വിട്ടുപോകാത്തതും പുറത്ത് ഒരിടത്തു നിന്നും നേടാൻ കഴിയാത്തതുമായ സുഖം അതുകൊണ്ട് വന്നു ചേരുന്നു. സൃഷ്ടിദോഷമൊന്നും പുരളാത്തതും എല്ലാ കാഴ്ചകളിലും അകവും പുറവും നിറഞ്ഞ് വിലസുന്നതും ഉണ്മയ്ക്കും ഇല്ലായ്മയ്ക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതും സാമാന്യമായ ഉണ്മയുടെ രൂപത്തിലുള്ളതും മഹാസത്തയായി വിലസുന്നതുമായ ബോധമാണ് യഥാർത്ഥ ദേവൻ അഥവാ ഈശ്വരൻ. അതിൽ സങ്കല്പങ്ങൾ ആവിർഭവിക്കുന്നതോടെ ശുദ്ധബോധസ്വരൂപം മറയ്ക്കപ്പെട്ടിട്ട് ക്രമേണ ജഡത്വം ഭാവന ചെയ്ത് സൃഷ്ടി സംഭവിക്കുന്നതായി തോന്നാൻ ഇടയാകുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. ബോധമാണ് യഥാർത്ഥ ദേവൻ അഥവാ ഈശ്വരൻ. അതിൽ സങ്കല്പങ്ങൾ ആവിർഭവിക്കുന്നതോടെ ശുദ്ധബോധസ്വരൂപം മറയ്ക്കപ്പെട്ടിട്ട് ക്രമേണ ജഡത്വം ഭാവന ചെയ്ത് സൃഷ്ടി സംഭവിക്കുന്നതായി തോന്നാനിടയാകുന്നു. ക്രമേണ ദേശകാലാദി ശക്തികൾ വന്നു ചേർന്നതായി അനുഭവപ്പെടുന്നു. തുടർന്ന് ജീവൻ്റെ ആവിർഭാവം, അതിൽ നിന്ന് ബുദ്ധി, അഹങ്കാരം, മനസ്സ് ഇവയൊക്കെ മുളയ്ക്കുന്നു. തുടർന്ന് സംസാരബന്ധവും വന്നു ചേരുന്നു. ബ്രാഹ്മണൻ ഞാൻ ചണ്ടാളനാണ് എന്ന് ഭാവന ചെയ്ത് ചണ്ടാളത്വം പ്രാപിക്കുന്നത് പോലെ ശുദ്ധബോധം ജഡത്തെ ഭാവന ചെയ്ത് ഞാൻ ദേഹമാണ് എന്ന ഭ്രമത്തിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ ജഡമോഹമാകുന്ന ചെളിക്കുണ്ടിൽ പതിച്ച് ദുഃഖത്തിൽ നിന്നും ദുഃഖത്തിലേക്ക് വഴുതി വീഴാനും ഇടയാകുന്നു. 278. പുഷ്പം സങ്കല്പമാത്രേണ യദിദം ദുഃഖമാഗതം തദസങ്കല്പമാത്രേണ ക്ഷയികാത്രകദർത്ഥിത. സങ്കല്പമാത്രേണ പുഷ്പം. ജീവസങ്കല്പത്തിൽ തുടങ്ങി ദേഹസങ്കല്പത്തിലും ജഗത് സങ്കല്പത്തിലും എത്തി പുഷ്ടി പ്രാപിച്ച് ഇതം ആഗതം ദുഃഖം യത്, ഇങ്ങനെ വന്നു ചേരുന്ന ഈ ദുഃഖം അത് അസങ്കല്പമാത്രേണ, ആ സങ്കല്പത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ക്ഷയിക്കും അത്ര എന്നതിൽ
കദർത്ഥിത ക, എന്താണ് യുക്തിഹീനത? ജീവസങ്കല്പത്തിൽ തുടങ്ങി ദേഹസങ്കല്പത്തിലും ജഗത് സങ്കല്പത്തിലും എത്തി പുഷ്ടി പ്രാപിച്ച് ഇങ്ങനെ വന്നുചേർന്ന ഈ ദുഃഖം ആ സങ്കല്പത്തെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് ക്ഷയിക്കും എന്നതിൽ എന്താണ് യുക്തിഹീനത? കാത്ര കദർത്ഥിത, ശുദ്ധബോധത്തിൽ ക്രമേണ ജഡസങ്കല്പം തടിച്ചു കൊഴുത്തതാണ് സംസാര ദുഃഖത്തിന് കാരണം. എങ്കിൽ സങ്കല്പങ്ങൾ ഒഴിച്ചു മാറ്റിയാൽ ദുഃഖം തീരും എന്നത് അത്യന്തം യുക്തിയുക്തമല്ലേ? ബോധത്തിൽ ഞാൻ വേറെയാണ് എന്ന് തോന്നുമാറുള്ള ജീവസങ്കല്പം ഉദയം ചെയ്യുന്നതാണ് സങ്കല്പത്തിൻ്റെ തുടക്കം. തുടർന്ന് ജീവബോധം ബുദ്ധിയായും അഹങ്കാരമായും മനസ്സായും ദേഹമായും ജഗത്തായും തടിച്ചു കൊഴുക്കുന്നു. ഈ സങ്കല്പത്തെ എങ്ങനെയാണ് ക്ഷയിപ്പിക്കുക? ബോധത്തിൽ ഉണ്ടെന്ന് തോന്നിയ ജീവൻ ബോധത്തിൽ നിന്നും വേറെയാണെന്ന് തോന്നാൻ ഇടവന്നതാണ് സങ്കല്പത്തിൻ്റെ തടിച്ചു കൊഴുക്കലിനുള്ള ഹേതു. ബോധത്തിൽ പൊന്തിയ ജീവൻ ബോധം തന്നെയാണ് എന്ന് തീരുമാനിക്കുക. അതുറപ്പായാൽ പിന്നെ ജീവൻ്റെ രൂപഭേദങ്ങളായ ബുദ്ധ്യാദി എല്ലാം ബോധം തന്നെയാണെന്ന് ഉറപ്പാക്കാൻ പ്രയാസമില്ലല്ലോ. ഈ ഉറപ്പുണ്ടെങ്കിൽ സങ്കല്പങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവ രാഗദ്വേഷമയങ്ങളായി തടിച്ചു കൊഴുക്കുകയില്ല. സർവം ബോധമയം അഥവാ ബ്രഹ്മമയം എന്ന ഏകത്വഭാവന തന്നെയാണ് സങ്കല്പക്ഷയം. സർവം ബോധമയം അഥവാ ബ്രഹ്മമയം എന്ന ഏകത്വഭാവന തന്നെയാണ് സങ്കല്പക്ഷയം. അതോടെ എല്ലാ ദുഃഖങ്ങളും തീർന്ന് നിരന്തരമായ ആനന്ദം അനുഭവപ്പെടുകയും ചെയ്യും. പരമേശ്വരൻ തുടർന്നു, ഏതെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ സങ്കല്പിച്ച് മനുഷ്യൻ സദാ ദുഃഖത്തിൽ മുങ്ങിക്കഴിഞ്ഞുകൂടുന്നു. ഏകത്വഭാവനയിലൂടെ വിശേഷിച്ചൊന്നും സങ്കല്പിക്കാതിരിക്കാമെങ്കിൽ ഒടുങ്ങാത്ത സുഖം അനുഭവിക്കാൻ കഴിയും. സത്യാസത്യങ്ങളെ വേർതിരിച്ച് വിവേകപൂർവം സങ്കല്പ കാർമേഘങ്ങളെ പുറന്തള്ളണം. അപ്പോഴേക്കും ശരത്കാലത്തിലെന്ന പോലെ ഹൃദയാകാശം നിർമ്മലമായി പ്രകാശിക്കും. സ്വയം സങ്കല്പം കൊണ്ട് തന്നെ ഉള്ളിലെ സങ്കല്പ കാലുഷ്യത്തെ അകറ്റി അന്തഃശീതളത നേടി പരമാനന്ദത്തിൽ മുഴുകൂ രാമ. സർവശക്തിമയനാണ് ബോധസ്വരൂപനായ ആത്മാവ്. സ്വന്തം താണ്ഡവ നൃത്തം കൊണ്ട് സംസാരമുണ്ടാക്കാനും ഇല്ലാതാക്കാനും ആ സർവശക്തന് ഒരു പ്രയാസവുമില്ല. എല്ലാം ആ സത്യസ്വരൂപൻ നേടിത്തരും. സർവത്ര സമബോധരൂപനായി വർത്തിക്കുന്ന ആത്മാവ് എല്ലാമാണ്, എന്നാൽ ഒന്നുമല്ല താനും. ആ സ്വരൂപത്തെ ശരണം പ്രാപിച്ച് സന്തുഷ്ടനാവൂ. ഇച്ഛാസത്ത, ആകാശസത്ത, കാലസത്ത, നിയതിസത്ത, മഹാസത്ത എല്ലാം ശുദ്ധസത്താരൂപിയായ ആ ഭഗവാൻ തന്നെയാണ്. ജ്ഞാനശക്തി, ക്രിയാശക്തി, കർത്തൃത്വശക്തി, അകർത്തൃത്വശക്തി ഇങ്ങനെ തുടങ്ങിയ ആത്മശക്തികൾക്ക് ഒരന്തവുമില്ലെന്നറിയൂ. ഇവിടെ കാണപ്പെടുന്ന എല്ലാ ശക്തികളും പരമാത്മശക്തികൾ തന്നെ. ആ ജഗദീശ്വരൻ്റെ വിക്ഷേപശക്തി പ്രകടമാകുന്നതോടെ പലതായി കാണപ്പെടുന്ന ഈ സംസാരം അപ്പാടെ അസ്തമിക്കും. പൂജാക്രമത്തിൽ പ്രധാനമായി വേണ്ടത് ദേഹവും ദേഹമല്ലാത്തതുമായി കാണപ്പെടുന്ന അപവിത്ര ജഡസങ്കല്പങ്ങളെല്ലാം ത്യജിക്കണം. ആ സ്ഥാനത്ത് അത്യന്ത പവിത്രമായ ആത്മസങ്കല്പം അംഗീകരിക്കണം. 279 പദ്യം. ഏഷ ദേവസ്സ പരമഃ പൂജ്യ ഏഷ സദാ സതാം പൂജനം ധ്യാനമേവാന്തർനാന്യദസ്ത്യസ്യ പൂജനം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.